പിന്നെ അറിയാലോ, ഗ്രീൻ ടീയാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഗ്രീൻ ടീൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. അത്രയും ഗുണങ്ങളുള്ള സംഭവമാണ് ഗ്രീൻ ടീ. പിന്നെ നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കും, അതേപോലെ ഫാറ്റ് ലോസ് എന്നുവെച്ചാൽ അതിന് സഹായിക്കുന്ന സംഭവമാണ്. സംഭവം അത്ര രുചിയുള്ള സംഭവം അല്ലെങ്കിലും നമുക്ക് ഇതിന് പല ഗുണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ രാവിലെയും വൈകിട്ടും ഒരു ഗ്രീൻ ടീ കുടിക്കും. നമ്മൾ പഞ്ചസാര ഇട്ട ചായകൾ മൊത്തത്തിലേ ഞാൻ ഒഴിവാക്കി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര നമുക്ക് അത്രയും ഗുണം ചെയ്യാത്തൊരു സംഭവമാണ്, ഒരു സ്ലോ പോയിസാണ്. അപ്പോൾ നമുക്ക് ഒരു ചായ കുടിക്കുന്ന ഫീലും കിട്ടും, എന്നാൽ ഗുണം ഉണ്ടായിരുന്നു. ഒരു ബേക്കാണ് വരിക, ഇതിൽ ബാഗാണ് വരിക. നമുക്ക് സാധാരണ ഉള്ളതും കിട്ടാണ്ട് ബാഗാകുമ്പോൾ കുറച്ചും കൂടി സുഖമാണ്, നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ബാഗാണ് വരിക. നമ്മൾ ഗ്ലാസ്സിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഹോട്ട് വാട്ടർ എടുക്കുക, അതിലേക്ക് പോർ ചെയ്താൽ മതി. ഇത് ഹണിയാണ്, ഞാൻ ഗ്രീൻ ടീൻ്റെ കൂടെ എപ്പോഴും ആഡ് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഈ തേയിലെന്ന് പറയുന്ന സംഭവം ഇതേപോലെ തന്നെ തടി കുറയ്ക്കാനും നല്ല ഗുണങ്ങളുള്ള സംഭവമാണ്. അപ്പോൾ ഞാനത് കുറച്ച് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ലൈറ്റായിട്ട് ഇത്ര മതി, കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഫ്ലേവറും കിട്ടും, പോരാത്ത നല്ല ഗുണങ്ങളുണ്ട്. ചൂടുവെള്ളമായിട്ടുണ്ട്, അപ്പോൾ അത് കുറച്ച് അതിലേക്ക് ഒഴിക്കാൻ പോകും. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് അതിൽ വെറുതെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ടീ ആവുന്നതായിരിക്കും. ഇങ്ങനെ ഇളക്കി കൊടുക്കണം, നല്ലതായിരിക്കും. ഇത് നാരങ്ങ നീരും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഫ്ലേവർ കിട്ടാനും പിന്നെ ഈ സംഭവം നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് പിടിക്കാനും സഹായിക്കും. നാരങ്ങ നീരിന് അത്രയും ഗുണങ്ങളുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഈ സിമ്പിൾ സാധനത്തിന് അത്രയും ഗുണങ്ങളുണ്ട്. കുറച്ച് സാക്രിഫൈസ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് വളരെ ഗുണം നൽകും. അപ്പോൾ അതൊക്കെ ഒരു ചായയൊക്കെ കുടിക്കണമെങ്കിൽ അങ്ങോട്ട് കുടിക്കുക.